നീ നിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നല്ലോ നമ്മള് സ്വിസ് ബാങ്കിന്റെ ഒരു ഡാർക്ക് സീക്രറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സാധാരണ ജയാനാണ് എന്നോട് എപ്പോഴും പറയല്, എടാ ഈ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതായത് ഫാക്ട്സ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫാക്ച്വലൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ പറയാറ്. സെമീറാണ് പൊതുവെ ഞാൻ അവിടുന്ന് എന്തോ ഇങ്ങനെ കേട്ടു, അതായത് ഇവിടുന്ന് അങ്ങനെ കേട്ടു. ഞാൻ ഇതിനായിട്ട് റിസർച്ച് ചെയ്യല്ല, പക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുമ്പോ എന്റെ ഉള്ളിലുള്ള വിജ്ഞാനം ഞാൻ അങ്ങനെ പകർന്നു കൊടുക്കുന്ന രീതിയിലാണ്. ആ ഉള്ളിലെ വിജ്ഞാനം ചിലപ്പോ തെറ്റിപ്പോറുണ്ട്. ഉള്ളിലെ വിജ്ഞാനം എന്റേത് തെറ്റാറില്ല, പക്ഷെ അതില് ഞാൻ ചിലപ്പോ ഒരു പേര് ഇടൂല, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഡേറ്റ് ഇടൂല, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ അടുത്ത് പറഞ്ഞു എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് അല്ലല്ലോ, ഞങ്ങളൊരു നേരം പോക്കിനെ തുടങ്ങിയ പോഡ്കാസ്റ്റ് അല്ല. അതെ. അപ്പൊ സെമീർ ഇപ്പൊ അടുത്ത് പറഞ്ഞിരുന്നു സ്വിസ് ബാങ്കില് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ പോയി ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെ പേരോ ഐഡന്റിറ്റിയോ കാര്യങ്ങളോ ഒന്നും ചോദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സെമീർ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതിലേക്ക് കൂട്ടിയിട്ട് ഞാനും കേട്ടിട്ടുള്ള അറിവ് ഞാൻ പകർന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു സെമീർ ഒരു ക്യാച്ച് ഉണ്ട്. എന്താ ക്യാച്ച് എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോവാണെങ്കിൽ അവരത് ഫുൾ അങ്ങ് എടുക്കും. അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പൊ നമുക്ക് എന്തും ബ്ലാക്ക് മണി എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് സൂക്ഷിക്കാം. പക്ഷെ അവർ ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല, നമ്മൾ ആരാന്നും ചോദിക്കില്ല. പക്ഷെ അവര് ഈ നമ്മൾ മരിച്ചത് ഫുൾ എടുക്കും. അത് കംപ്ലീറ്റ്ലി റൈറ്റ് ഇൻഫർമേഷൻ അല്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വിസ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് ഐഡന്റിറ്റിയും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അവര് നമ്പേർഡ് അക്കൗണ്ട് എന്നുള്ള ഒരു സംഭവമാണ് ആക്കുക. അതായത് നമ്മളുടെ ഐഡന്റിറ്റി പുറത്ത് കൊടുക്കില്ല. അപ്പൊ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റിയും പ്രൊഫഷണലിസം ഭയങ്കരമാണ്. അതാണ് ഒന്ന്. പക്ഷെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് പറഞ്ഞതല്ല, പക്ഷെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കൺസെപ്റ്റ് ഇതായിരുന്നു. പിന്നെ പക്ഷെ അതും ഇപ്പോ ആൾക്കാർ പറയുന്നുണ്ട് ഗവൺമെന്റ് ചോദിച്ചാൽ ഇവര് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിൽ എക്സെപ്ഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈയിൽ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ മരിച്ചു പോയാൽ അവർ ഫുൾ സാധനം എടുക്കുക എന്നുള്ളത്, ഫുൾ സാധനം എടുക്കും. നമ്മൾ നമ്മളുടെ അനന്തരാവകാശിയായിട്ട് ആരെങ്കിലും നോമിനീസ് ബെനിഫിഷ്യറി ആയിട്ട് ആരും കൊടുത്തില്ലെങ്കിൽ അവർ ഫുൾ സാധനം എടുക്കും. പിന്നെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇമ്മീഡിയറ്റ്ലി ഫ്രീസ് ആകും, സ്കാമും ഫ്രോഡും എന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബെനിഫിഷ്യറീസും വരൊക്കെ വന്നാൽ ആ പൈസ കൊടുക്കുന്നതാണ്. അതാണ് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നത്, ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മിസ്റ്റേക്ക്. അതെ. പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞാല് മിസ്റ്റേക്ക് തിരുത്തുക എന്നാണ്. അതെ, അത് ഞങ്ങൾ ചെയ്തു. അതെ, നമ്മൾ ചെയ്തത് ശരിയാണ്. നമുക്ക് ഈഗോ ഒന്നുമില്ല. സെമീർ പറഞ്ഞോളൂ, ഇത് എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റ് അല്ല, തെറ്റൊക്കെ പറ്റും. അതെ,